എപ്പിസോഡിൽ പറയാൻ പോണത് ഇലിയ, ചാൾസ്, കംസത്ത്, DDP, പിന്നെ ഇസ്ലാം വിസസ് ഇലിയ ഇനിയും നടക്കാം, ഒരു ചാൻസ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഹലോ ഗായ്സ്, അപ്പൊ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മല്ലു നോക്കൗട്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഡാനി ഇന്ന് കുറച്ച് വെട്ടിക്കെട്ടങ്ങളൊക്കെ പൊട്ടിച്ച് കുറച്ച് വെടിക്കെട്ടുകളൊക്കെ നടഞ്ഞാണ് വന്നെങ്കിലും മനസ്സിലായ ഇത്രയല്ല, എന്നാലും കുറച്ചൊരു കാര്യങ്ങൾ ഡാൻ അനൗൺസ് ചെയ്തതിനെ പറ്റി സംസാരിച്ച ഒരു ഷോർട്ട് എപ്പിസോഡ് ജസ്റ്റ് ഫൈറ്റ് അനലൈസ് ചെയ്തിട്ട് പോകും. അപ്പൊ ജസ്റ്റ് എല്ലാവരും കാര്യം ഞാൻ ഡാറ്റ വയ്ക്കുന്നത് 55% ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണണം. എന്ത് ഷോഗാണ് മാൻ, ആകെ കുറച്ച് പേരുള്ള മലയാളത്തിൽ MMA കാണണം, എന്നിട്ട് നിങ്ങൾ ഈ കാണിക്കണത് ഷോഗാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, കാരണം ഞങ്ങൾ എന്തായാലും നിർത്താൻ പോണില്ല. ഞങ്ങൾ UFC ഒബ്സസ്ഡ് ആയ ആൾക്കാരാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ഭാവി ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ക്യാമറ, ക്വാളിറ്റി ഗസ്റ്റ്, ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്, നല്ല എഡിറ്റിംഗ്, ലൈറ്റിംഗ് ഒക്കെ മാറ്റി ഗസ്റ്റുകളെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം. കുറച്ച് കിക്ക് ബോക്സിങ്, നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ ഫൈറ്റേഴ്സ്, MMA ആൾക്കാരെ കുറച്ചുപേരൊക്കെ അറിയാം. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വിട്, എന്നാലേ മോണിറ്റൈസേഷൻ എന്തെങ്കിലും കിട്ടിയാൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, വീഡിയോയിലോട്ട് തന്നെ നടക്കാം. അപ്പൊ ചാൾസ് വീസസ് ഇലിയ. അപ്പൊ നമ്മുടെ ചാനൽ കുറച്ചാലായിട്ട് കണ്ടേക്കണവരാണ് അറിയാൻ പറ്റും. ഞാൻ കുറച്ചധികമായിട്ട് കോൺഫിഡന്റ് കൂടി പറയണ ഒരു കാര്യമാണ് ഇലിയനെ ചാൾസിനെ ഇലിയ ഉറക്കുമെന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് അനലൈസ് ചെയ്യാനും ബ്രേക്ക് ഡൗൺ ചെയ്യാനൊന്നും എനിക്ക് ഇത് ഡീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ചാൾസ് വീസസ് ഇലിയ. ചാൾസിന് ജയിക്കാനുള്ള ഒരേ ഒരു മാർഗം അറിയാലോ, സബ്മിഷനാണ്. ഈ സബ്മിഷൻ കൗണ്ടർ ചെയ്യാനുള്ള റെസ്ലിംഗ് ഇലിയൊക്കെ ഉണ്ട്. നിങ്ങത് ആലോചിച്ച് നോക്ക്. ചാൾസ് ഒരിക്കലും ഒഫൻസീവായിട്ട് റെസ്ലർ ചെയ്തൊന്നും ഇത്രയാണ് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി എപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് അള്ളിപ്പിടിക്കും, പിന്നെ താഴെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഗിൽറ്റിൻ ചോദിക്കും. ചാൾസിന് ആകെ ഇലിയനെ തോപ്പിക്കാൻ ചാൻസ് അല്ല. അർമാനായിട്ടുള്ള ചാൾസ് വൈറ്റിൽ അർമാൻ ഒന്ന് ഇടികൊണ്ടൊന്ന് താഴെ വീണ സ്ലിപ്പായ ഒരു സെക്കൻഡ് അള്ളിക്കേറി ഒക്ടോബസിനെ പോലെ അള്ളിപ്പിടിച്ച് ഓർമ്മയുണ്ട ചാൾസ്. അങ്ങനെ ഒരു ഒറ്റ മാർഗം വല്ല ഗിൽറ്റിന അല്ലെങ്കിൽ സംഗീം ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒറ്റ വഴികൾ, അല്ലാണ്ട് ഇലിയനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പോകണില്ല. പിന്നെ ഇലിയൻ ചാൾസിനെ ടേക്ക് ഡൗൺ ചെയ്യുന്ന എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഇലിയയുടെ ബേസ് നിങ്ങൾക്ക് എനിക്ക് അറിയാൻ പറ്റും. ഇലിയയുടെ തുടക്കം BJJ ഉണ്ടാ. ഏറ്റവും ആദ്യം ഇലിയ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ആളാണ്, ജോർജിയൻസിൽ. ഇലിയയുടെ അനിയൻ ചേട്ടനാന്ന് തോന്നുന്നു. അപ്പൊ അത്ര BJJ ലെവലിൽ ലെജിറ്റ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. പിന്നെ മെരാബായിട്ടുള്ള റെസ്ലിംഗ് ഡ്രിൽസ് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, നല്ല ലെജിറ്റ് റെസ്ലിംഗ് ഉണ്ട്. പിന്നെ എല്ലാവരും പറയണ ബ്രൈസ് മിച്ചലിന്റെ ഒരു ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ടു. അതിന് എന്താ പറ്റിയത്? എനിക്ക് തോന്നുന്നേ ബ്രൈസ് മിച്ചലിന്റെ ഫൈറ്റ് ടേക്ക് ഡൗണിനെ പറ്റി ബോധം കൂടി ചെയ്തിട്ടുണ്ടായില്ല പുള്ളി അത്ര കോൺഫിഡന്റ് ആയിരുന്നു പുള്ളിയുടെ BJJ. പിന്നെ മാത്രമല്ല ബ്രൈസ് ഒരു റെസ്ലറാണ്, കോളേജ് റെസ്ലറാണ്. ചാൾസിന് അതൊന്നുമില്ല. അപ്പൊ ഒരു സ്ട്രൈക്കിംഗ് മാച്ച് ആയിരിക്കുള്ളൂ. സ്ട്രൈക്കിംഗ് മാച്ചിന് പറഞ്ഞില്ല, എല്ലാ ഫൈറ്റും നിങ്ങൾ കണ്ടിട്ടില്ല, ചാൾസ് ചെറിയ ഡാമേജ് എടുക്കും. പക്ഷെ ഇതേവരെയും ചാൾസ് കാണാത്തൊരു ലെജൻഡറി പവറായിട്ടാണ് നമ്മുടെ എൽ മാറ്റഡോർ വരുന്നത്. അപ്പൊ ചാൾസ് ടച്ച് ചെയ്തേ ഇലിയയുടെ എന്തുകൊണ്ടാണ് ഇലിയയുടെ ബോക്സിങ് എടുത്തു നോക്ക്. നിങ്ങൾ ടാങ്ക് അങ്ങനെ ആൾക്കാരൊക്കെ പ്രൊഫഷണൽ ബോക്സേഴ്സ് ഇല്ല, അത്രയും അടിപൊളിയല്ല ഇലിയ. പക്ഷെ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഓരോ കോമ്പിനേഷൻസ് എറിയുമ്പോൾ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്. ബോഡി ഇപ്പൊ 70 കിലോ ഇല്ലെങ്കിൽ 70 കിലോയും ആ പഞ്ചിൽ കണക്ട് ആവാൻ വേണ്ടി ബോക്സിംഗിൽ നിന്ന് വരുന്ന പവർ ജനറേറ്റ് ചെയ്യണ കാലിന്ന് ഹിപ്പ്, ബോഡി, ടോർസോ കറക്റ്റ് മൊമെന്റോ. ഓരോ ഹുക്കൊക്കെ ഇല്ലേ, ഇപ്പൊ ഹുക്കൊക്കെ എറിയുമ്പോൾ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകണ്ട, ഇവിടെ വെയിറ്റേജ് ഇല്ല. പക്ഷെ ഇലിയുടെ എല്ലാ ഹുക്കും പെർഫെക്റ്റ് ആണ്, അതുകൊണ്ടാണ് അത്ര ഇത്. പിന്നെ ഒന്നും ടെലിഗ്രാഫി ഇല്ല. ടെലിഗ്രാഫി എല്ലാം അല്ല, ഏറ്റവും കുറവ് ടെലിഗ്രാഫിയാണ്. അപ്പൊ ടെലിഗ്രാഫി അറിയാല്ല, നമ്മിങ്ങനെ പഞ്ച് വന്നെന്ന് അപ്പോണന്റിനെ അറിയിച്ചുകൊണ്ട് എറിയണതും അങ്ങനെ അറിയിക്കാണ്ട് എറിയണതും. ഇലിയുടെ എല്ലാവരും KO നിങ്ങൾ എടുത്താൽ മനസ്സിലാവും. ഇലിയുടെ അപ്പോണൻസ് KO എന്ന പഞ്ച് കണ്ടിട്ടില്ല. ജായ് ഹെർബർട്ട് ഇല്ലേ, അവൻ കണ്ടില്ല. മാക്സ് സോളവേ ആ പഞ്ച് കണ്ടില്ല. വോൾക്കനോസ്കി ആ പഞ്ച് കണ്ടില്ല. നിങ്ങൾക്ക് റീപ്ലേ എടുത്ത് അറിയാൻ പറ്റും. കാണാണ്ട് തന്നെ പഞ്ച് കൊണ്ടുകഴിഞ്ഞാൽ അറിയാമല്ലോ, നോക്കൗട്ട് ആവും. ടെലിഗ്രാഫി ഇല്ലാത്ത പഞ്ച് കൊണ്ടാലും നോക്കൗട്ട് ആവും. പവർ വേണമെന്നില്ല. ഇല്ലേക്ക് രണ്ടും ഉണ്ട്. അപ്പൊ മനസ്സിലായ ചാൾസ് ഉറങ്ങിയിരിക്കും. ഇതെന്റെ ഇതാണ്. ബെറ്റ് പോലെ വെക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ ബെറ്റ് വെക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് ബെറ്റ് വെക്കാവുന്നതാണ്. അത്ര കോൺഫിഡന്റ് എനിക്ക്. തെറ്റിപ്പോണെങ്കിൽ തെറ്റി അപ്സെറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ GSPനെ മാക്സർ തോപ്പിച്ച്, മാക്സർ GSPനെ തോപ്പിച്ച്. അപ്പൊ അതിൽ അപ്സെറ്റ്സ് ഉണ്ടാവായിരിക്കാം, എന്നാലും ഞാൻ അത്ര കോൺഫിഡന്റ് ആണ്. സ്റ്റൈൽ മേക്സ് ഫൈസ്ലി. പിന്നെ അടുത്തതിലോട്ട് കിടക്കുന്നു DDP വീസസ് കംസത്ത്. ഗായ്സ് DDP വീസസ് കംസത്ത് അറിയാ ഞാൻ എന്താ നടക്കാൻ പോണെന്ന് വെച്ചാൽ ഇപ്പില്ലേ കംസത്ത് ആർക്കെതിരെയും കംസത്തിന് ഞാൻ കോൺഫിഡന്റോടെ പിക്ക് ചെയ്യും. പക്ഷെ എനിക്ക് പിക്ക് ചെയ്യാനോ എനിക്ക് തോന്നുന്നു നമ്മുടെ ദൈവത്തിന് പോലും പിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് DDP. കാരണം DDP അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് DDP അറിയാൻ പാടില്ല.
DDPക്ക് അറിയില്ല DDP എന്താ ചെയ്യാൻ പോണെന്ന്. അപ്പൊ എങ്ങനെ അപ്പോണൻസ് അറിയാൻ പറ്റണം? അപ്പൊ അതൊരു ഭയങ്കര ഇപ്പൊ സിനിമയിലൊക്കെ നടന്മാര് തോക്കാണ്ടിരിക്കൂലേ, പ്ലോട്ട് ആർമർ എന്ന് പറയും. ഇപ്പൊ അല്ലു അർജുൻ 100 പേര് ഇടിച്ചിടും, അതാ അല്ലു അർജുൻ്റെ ഇത്. അതേപോലെ DDPക്ക് റിയൽ ലൈഫ് പ്ലോട്ട് ആർമർ ഉണ്ട്. DDP എങ്ങനെ ജയിക്കും? DDP ബൈ വാട്ട് എവർ ഹവർ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ DDP ബൈ വാട്ട് എവർ ദ ഫക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ DDP എങ്ങനെയോ ആ DDPക്ക് ഇല്ല ഈ കംസത്തിന്റെ റെസ്ലിംഗ് മാച്ച് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. പക്കാ റെസ്ലിംഗ് ഒഫൻസീവ് ഒന്നുമില്ല, ടേക്ക് ഡൗൺ ചെയ്യപ്പെടാം. പക്ഷേ ഈ DDP നിങ്ങൾ ഗൂഗിളിൽ പോയിട്ടില്ലേ, DDP vs 5 BJJ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേസി ബാഹ എന്ന് അടിച്ചോ. അത്യാവശ്യം ADDCയിൽ അത്രയും അടുത്ത് നിൽക്കുന്ന 5 ഗ്രാപ്ലേഴ്സിനെ അരമണിക്കൂർ വെച്ച് ടപ്പടപ്പടായി എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പൊ അത്രയും ലൈറ്റ് ഗ്രാപ്ലിംഗ് ഉണ്ട്. പക്ഷെ കംസത്താണ് എന്ത് വന്നാലാ കംസത്തിന്റെ ബ്രൂട്ട് ഫോഴ്സ് റെസ്ലിംഗ് ആൻഡ് ഗ്രൗണ്ട് ആൻഡ് പൗണ്ടിന്റെ അത്ര എത്തൂല. അത് നമുക്കറിയാം, അതങ്ങനെയാണ്. അപ്പൊ പറയട്ടെ, ഫസ്റ്റത്തെ 1-2 റൗണ്ടിൽ DDP ഫിനിഷ് ചെയ്യപ്പെടാണ്ടിരിക്കും. ഫിനിഷ് ചെയ്യപ്പെടാം, കാരണം കംസത്തിന് അത്ര പണിയാണ് കംസത്തിന്റെ ഫസ്റ്റത്തെ 2 റൗണ്ട്. അത് കഴിഞ്ഞ് 3rd, 4th, 5th റൗണ്ടിൽ DDPക്ക് അറിയാല്ല. DDPക്ക് എതച്ചാലും എങ്ങനെ 5 റൗണ്ടൊക്കെ അടസാനായിട്ടുള്ള ഫൈറ്റൊക്കെ കണ്ടില്ലേ, 4th റൗണ്ട് 3rd റൗണ്ടൊക്കെ ഫുഡ് സ്റ്റാമിന. പിന്നെ സ്ട്രിക്ലനായിട്ടുള്ള ഫൈറ്റിലും തളർന്നൊന്നുമില്ല. പിന്നെ നല്ലൊരു കംസത്തിനേലും അടിപൊളിയാണ് കിക്ക് ബോക്സിങ് ഓവറോൾ നോക്കുമ്പോൾ. കംസത്തിന് ചിലപ്പോൾ 1 ഷോട്ട് പവർ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ DDP ബേസ് കിക്ക് ബോക്സിംഗ് ആണ്. അപ്പൊ എനിക്കറിയാം, ഞാൻ 51-49 കംസത്ത് ഇത് കൊടുക്കുള്ളൂ. കാരണം കംസത്ത് ഫസ്റ്റത്തെ 1-2 റൗണ്ട് ബ്രൂട്ട് ഫോഴ്സിലൂടെ തീർക്കും. അത് തടങ്ങാൻ DDPക്ക് ഒരു പക്ഷേ പറ്റൂല. ഒരു ചോക്കിലിടപെടാം, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് നമ്പർ DK ആവാന്നേ ഉള്ളൂ. 3rd, 4th, 5th കഴിഞ്ഞാൽ നേരത്തെ തിരിയും. DDPക്ക് 55-45 കാരണം DDP ആണ് ലോങ്ങർ ഫൈറ്റ് നിൽക്കുന്ന പ്രൂവ് ചെയ്തേക്കാം. DDP അറിയില്ലേ, ഭയങ്കര ഇംപ്രസീവ് ആണ്. DDPയുടെ റെസ്യൂം എടുത്ത് നോക്കി, എത്ര ചാമ്പ്യൻസ് ആണ്. അഡസാനിയ, വിറ്റേക്കർ, ഷോൺ സ്ട്രിക്ലൻഡ്, 3 ചാമ്പ്യൻസ്. സീനാണ് പുള്ളി. അപ്പൊ സ്റ്റൈലിസ്റ്റിക്കൽ നോക്കണമെങ്കിൽ എന്താണ്, ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം എന്ത് സംഭവിക്കുന്നത്. കംസത്തെ ടേക്ക് ഡൗൺ ചെയ്യപ്പെടും. DDP എണീക്കോ, DDP സർവൈവ് ചെയ്യുക. ഫസ്റ്റ് 2 റൗണ്ട് സർവൈവ് ചെയ്യുമോ, അത് ഇത്രേ ഉള്ളൂ. സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ DDP കയറിക്കൊണ്ടിരിക്കും പയ്യെ. 3rd റൗണ്ട് 4th റൗണ്ട് 5th റൗണ്ടിൽ ലേറ്റ് ഫിനിഷ് വരെ അയക്കാം. കാരണം കംസത്ത് അറിയില്ല, ഒരിക്കലും കിടിലം കാർഡിയോ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. DDP ഡിസ്പ്ലേ ചെയ്ത കാർഡിയോ കംസത്തിൽ ഡിസ്പ്ലേ ചെയ്തതിന് അടിപൊളിയാണ്, കാരണം 5 റൗണ്ട് പ്രൂണാണ്. അപ്പൊ അത് അങ്ങനെ നടക്കും. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇസ്ലാമും ഇലിയമുള്ള ഫൈറ്റ് നടക്കുമോ? ഭയങ്കര ഒരു സങ്കടം. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം ഈ അടുത്ത് സബീത്ത് റിട്ടയർ ചെയ്തപ്പോഴാണ്. പക്ഷെ അതിനേലും ഒരു വിഷമം ഇപ്പൊ എനിക്ക്. ഈ ടോണി കംസത്ത് നടക്കാൻ, ടോണി കബീബ് നടക്കാൻ പോലെ ഇത്രയും വിഷമം ഉണ്ടായിട്ടില്ല. ഈ ഫൈറ്റിന് വേണ്ടി ഞാൻ പുഷ് ചെയ്ത് നടന്നാണ്. കാരണം മനസ്സിലായില്ല, ഇലിയ മറ്റേ ജോൺ വിക്കിലെ ഇമ്പോസിബിൾ ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് ലെജൻഡറി ഫൈറ്ററായി ഇസ്ലാമിനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു വജ്രായുധമായിട്ട് വന്ന ഇലിയക്ക് നഷ്ടപ്പെട്ടു പോലെ. ഇപ്പൊ ഇനി ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ള എപ്പോഴാന്ന് വെച്ചാൽ, ഞാനൊരു പോസിബിലിറ്റി ഉണ്ടാ, ഇതൊരു ലോജിക്കലി കറക്റ്റ് അല്ല, നല്ലൊരു ഒരു ചാൻസ് കഥ പറയണ പോലെ പറയണേ. ഇപ്പൊ 170 ഇസ്ലാം ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ ഇസ്ലാം ഒരിക്കലും 155 തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. 147 തോറ്റു കഴിഞ്ഞാലും തിരിച്ച് 155 വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 8ാം ക്ലാസ്സിൽ തോറ്റിട്ട് പിന്നെ തിരിച്ച് 7ാം ക്ലാസ്സിൽ പോയിരിക്കുമായിരിക്കും. ഇല്ലല്ലോ, എങ്ങനെയെങ്കിലും 9 പോകാനല്ലേ നോക്കുള്ളൂ. അതേപോലെ അപ്പൊ തിരിച്ചു വന്നവര് നാണത്തമല്ല, തോറ്റിട്ട് തിരിച്ചു വന്ന. അപ്പൊ 155 ഇനി വരില്ല, 170 ഇലിയ 155 അടിച്ച ഇലിയ ഡബിൾ ചാമ്പ് ആവും. ഇലിയ എന്നിട്ട് 155 2 തോപ്പിച്ച്. ഇസ്ലാം 170 ഷൗക്കത്തിനെയൊക്കെ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് ഷൗക്കത്തിനെയൊക്കെ തോപ്പിക്കാം, തോപ്പിച്ചെന്ന് വെച്ചോ. ജഡീമിനും തോപ്പിച്ച ചാമ്പ്യൻ ആയിക്കണം. അപ്പൊ ഈ ഡിമാൻഡ് നോക്കുമ്പോ ഇലിയ സ്റ്റാറാണ്, ഇസ്ലാം സ്റ്റാർ, ഇസ്ലാം നിർത്താൻ പോകണം. അപ്പൊ ഡിമാൻഡ് കൂടി. മറ്റേ കോർണർ കബീബ് മീഡിയ കൊണ്ടുവന്നില്ലേ, അതേപോലെ പ്രഷർ കൂട്ടി അവസാനം UFC മറ്റേ 20 മില്യൺ ഇസ്ലാമിനൊക്കെ കൊടുത്ത് ചിലപ്പോ ഒരു 170 അടക്കം. അപ്പൊ ഇലിയൊക്കെ നമുക്ക് ട്രിപ്പിൾ ചാമ്പ് ആവാനുള്ള ചാൻസ്. ഇത് ഒരു പോസിബിലിറ്റി മാത്രം, കാരണം അല്ലാണ്ട് വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല. അത് എപ്പിക് ഫൈറ്റ് ഓഫ് ലെജൻഡറി പ്രൊപ്പോർഷൻസ് ആയിരിക്കും. അത് കാണാൻ ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ ഇനി പറയാനുള്ളത്, നമ്മുടെ ഡാന ഒന്ന് കുക്ക് ചെയ്ത് ഡാന എന്ന് പറഞ്ഞ് ഐ ആം ഗോയിങ് ടു അനൗൺസ് ജോൺ ജീസസ് ഛർദിക്കാൻ വന്നല്ലേ. അപ്പൊ പുള്ളി പറഞ്ഞ ആ ഫൈറ്റ് നടന്നിരിക്കും, എന്തായാലും നടന്നിരിക്കും. എപ്പോഴാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയണില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് നവംബറിൽ നടക്കുമെന്നാണ്. കാരണം പുള്ളി അത്ര കോൺഫിഡൻറ്റ് നടക്കുന്നതാണ്. ടോമാസ് നടക്കുന്നുണ്ട്, ജോൺസൺ ഫൈറ്റ് ചെയ്യും. കാരണം ജോൺസൺ എന്ന് പറഞ്ഞ മനുഷ്യനെ മനസ്സിലാക്കിയിടത്തോളം ഭയങ്കര അൾട്രീഗോൾ ആളാണ്. കുറെ ആൾക്കാർ കമന്റ് അവന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത് ആ കമന്റിനോട് ഏണി പിടിച്ച് തല്ലുപിടിക്കാനാണ്. ഞാൻ എന്തോരം തല്ലുപിടിക്കണമെന്നുണ്ടെന്ന് അറിയോ പുള്ളി ട്വിറ്ററിൽ. അപ്പൊ അങ്ങനത്തെ ഇൻസെക്യൂർ ആളാണ്. ഗ്രേറ്റസ്റ്റ് ഫൈറ്റർ ഓഫ് ഓൾ ടൈം ആണെങ്കിലും പുള്ളി ആ ഇൻസെക്യൂർ ആണ്. അപ്പൊ ടോമാസിനുള്ള ഫൈറ്റാണ് ഇട്ടത്. പുള്ളിക്ക് ഒരിക്കലും ബോധറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന പുള്ളി മൈൻഡ് ഗെയിം കളിച്ച് ടോമിനെ മാക്സിമം വലിപ്പിക്കും. ടോം മൈൻഡ് എക്സോസ്റ്റ് ആവും, സൈക്കോളജിക്കലി ഫ്രസ്ട്രേറ്റഡ് ആയ മൊമെന്റിൽ ഫൈറ്റ് എടുക്കും.
അങ്ങനെ എനിക്ക് തോന്നിയേക്കണം ജോൺസന്റെ ഇപ്പോഴത്തെ കണക്കുകൾ. അപ്പൊ ഈ എപ്പിസോഡ് നിർത്തണാണ്. ഇത്ര രണ്ടാള് കാര്യങ്ങള് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, പിന്നെ എല്ലാരും കണ്ടിരിക്കട്ടെ.